നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത്. നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. എന്താണ് പറ്റിച്ചത്? എന്റെ പൈസ 2.5 കോടി രൂപ ചെലവാക്കിയത് നേരിട്ട് കാണാലോ. നീ എന്തിനാ ചീത്ത വിളിച്ചേ? ഇപ്പൊ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. മൂക്കിൽ വെച്ച് അയ്യോ, നിങ്ങൾ വലിയ ആളല്ലേ? അല്ല, നീ കുറച്ചു മുമ്പേ നീ എന്നെ എന്തോ ചെയ്യുന്ന പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ? ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല, സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും. മാധ്യമത്തിലിടണം. എന്നാൽ ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് നീ എന്താ പറഞ്ഞത്? നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്തിനാ? അല്ല, ഒറ്റ മിനിറ്റ്. നീ ആദ്യം ചോദിച്ചിട്ട് ഉത്തരം പറ. നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്ത് എന്തിനാ? ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ്, ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ. പറഞ്ഞു കേട്ടോ. അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി 1.5 കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി. നിങ്ങൾക്ക് ലാഭം തന്ന് ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ലാഭം തന്നോ? നിങ്ങൾക്ക് ശമ്പളം തന്നത് എന്റെ റെക്കോർഡ് ഉണ്ടല്ലോ. എന്ത് ശമ്പളം തന്നത്? എന്ത് ശമ്പളം? ഞാൻ ശമ്പളം തന്നിട്ടില്ലേ? 1 രൂപ തന്നിട്ടില്ലേ? നിങ്ങൾ എന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ തരാനാണ് പറഞ്ഞത്. എനിക്ക് ആ പറഞ്ഞത് 2.5 കോടി അല്ലടേ. നീ കാനഡയിൽ പോയത്, നിങ്ങൾ അമേരിക്കയിൽ പോയത്, നീ പറയുന്നത് എന്താണ്? 35 ലക്ഷം രൂപ ഞാൻ ചെലവാക്കി. 35 ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത്, അമേരിക്കയിൽ പോയത്, വെനീസിൽ പോയത്. ഓക്കെ, പടത്തിന് മാത്രം ഞാൻ ചെലവാക്കിയത് 95 ലക്ഷം രൂപ. പരസ്യത്തിന് 1.10 കോടി രൂപ. ഇതിനൊക്കെ കണക്ക് നീ എന്നോട് കാണിച്ചോ? ഞാനിത് ചോദിക്കാനല്ലേ നിന്നെ വിളിച്ചത്. നീ ഫോൺ എടുത്തോ? ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴല്ലടാ നീ എന്നെ. നമുക്ക് നേരിടാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിയമപരമായിട്ട് നേരിടാം. നിയമപരമായിട്ട് നേരിടാം. അതല്ലേ പറഞ്ഞത് നിന്നോട് ഞാൻ ഈ കാര്യം ചതിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് മോശമായിട്ട് നിന്നെ കുറിച്ചിട്ട് മോശമായിട്ട് പറയേണ്ട അവസരം വന്നത് എന്താണ്? ഞാൻ ആരെ വിളിച്ചത്? എന്തൊക്കെയാണോ നാട്ടുകാരെ കുറിച്ച് പറയുന്നത്? താൻ ആ മഞ്ജുവാരുടെ പിന്നാലെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ ആരുടെ പിന്നാലെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവരല്ലേ പറയേണ്ടത്, നീ അല്ലല്ലോ പറയേണ്ടത്. നീ നിന്റെ കാര്യം പറയേ ജോജു. നീ നിന്റെ കാര്യം പറ. താനോ അസാധ്യ ഡയറക്ടറാ, ഞാൻ അഡ്മയർ ചെയ്യുന്ന ഡയറക്ടറാ. അതുകൊണ്ട് കാര്യങ്ങൾ ചോരന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ സുഹൃത്ത്, നീ ആദ്യം തറയിൽ നിന്ന് സംസാരിക്കുക. നീ ആദ്യം ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയും. മനുഷ്യൻ നിലയിൽ ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയും. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു. തനിക്ക് പണിയില്ലായിരുന്ന സമയത്ത് 25,000-30,000 വെച്ച് അടിച്ചു. ആ മനുഷ്യനെ താൻ ദ്രോഹിച്ചില്ലേ? അയാൾക്കെതിരെ കേസ് കൊടുത്തില്ലേ? അയാൾക്കെതിരെ എന്ത് കേസ് കൊടുത്തടോ? അയാളെ ഞാൻ വിളിച്ചു. അയാൾ